തിരുവനന്തപുരത്ത് നടക്കുന്ന 7ാമത് സംസ്ഥാന യൂത്ത് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് ആക്ഷേപങ്ങൾ ഉയരുകയാണ്. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഈ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് പൊതുജനങ്ങൾക്ക് യാതൊരു ധാരണയുമില്ല. ഇങ്ങനെ ഒരു സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഇവിടെ നടക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു പരസ്യമോ മറ്റ് അറിയിപ്പുകളോ ഉണ്ടായിട്ടില്ല. സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന വഴിയിൽ ഫുട്ബോൾ ലവേഴ്സ് അസോസിയേഷന്റെ ഒരു ബാനർ മാത്രമാണ് ഇതിന് അപവാദമായിട്ടുള്ളത്. എന്തിനാണ് ഇങ്ങനെ ഒരു രഹസ്യമായ ചാമ്പ്യൻഷിപ്പ് ഇവിടെ നടത്തുന്നതെന്ന് വ്യക്തമല്ല. ഈ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് വിദേശിയായ ഫുട്ബോൾ പ്രേമി നെക് റോബർട്ട്സ് CNW ന്യൂസ് പറഞ്ഞു. My team, every game there's 60,000 fans, 60,000 for every game. So it's a very big sport in Britain, in Scotland and in England as well. But I think because they cost a lot of money to go to games in Britain. It costs maybe how many? 2,000 rupees to go to the match. It's very expensive, and also the grounds are the facilities may be a little bit better in England as well and Scotland. But the government doesn't really need to give money because football, the players are paid so much money, and there's a lot of money from the TV because all the games are on the TV. 7ാമത് സംസ്ഥാന യൂത്ത് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇങ്ങനെ ആരെയും അറിയിക്കാതെ നടത്തുന്നത് കടലാസിൽ നടത്തിയെന്നെഴുതി ഗ്രാൻഡിന് അപേക്ഷിക്കാനാണെന്നും ഇത് ശരിയായല്ല നടത്തുന്നതെന്നും നട്ടുച്ചയ്ക്ക് ഇങ്ങനെ കളി നടത്തുന്നത് കാരണം താരങ്ങൾ വിഷമിക്കുന്നുവെന്നും ഇത്തരം ചാമ്പ്യൻഷിപ്പുകൾ നടത്തുമ്പോൾ ജനങ്ങളെ അറിയിക്കാത്തതും മോശമാണെന്നും ഫുട്ബോൾ ലവേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് RK രാജൻ CNW ന്യൂസിനോട് പറഞ്ഞു. സംഘടിപ്പിക്കുമ്പോൾ ഇവിടുത്തെ ഫുട്ബോൾ പ്രേമികളെ കാര്യങ്ങൾ അറിയിക്കാതെയും നാട്ടുകാർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെയുള്ള രീതിയിലാണ് ഇവിടെ ഇപ്പോൾ ഈ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു പോസ്റ്ററോ ബാനറോ അതിനെ സംബന്ധിച്ചുള്ള മറ്റെന്തെങ്കിലും അറിയിപ്പുകളോ പ്രചരണത്തിന്റെ ഭാഗമായി ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ കളിക്കാൻ ഇപ്പം 14 ജില്ലകളിലെ ടീമുണ്ട്. ആ ജില്ലയെ വന്നിട്ടുള്ള ടീമുകൾക്ക് ആവശ്യത്തിനായിട്ടുള്ള ഭക്ഷണമോ അവർക്ക് കുടിക്കാനായിട്ടുള്ള വെള്ളമോ അതുപോലെ പരിക്കേറ്റ് വീഴുന്ന താരങ്ങൾക്ക് ചികിത്സ കിട്ടാനായിട്ടുള്ള സംവിധാനമോ ആംബുലൻസോ ഡോക്ടറോ മരുന്നോ സ്ട്രക്ചർ പോലും ഇല്ല എന്ന് പറയുന്നത് ഔദ്യോഗിക ഫുട്ബോൾ അസോസിയേഷൻ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ ഇവിടെ സംഘടിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് ഫുട്ബോൾ പ്രേമികളുടെ പക്ഷം. സംസ്ഥാന യൂത്ത് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ശരിയായ രീതിയിലല്ലെന്നും കളിയുടെ സമയം നിശ്ചയിച്ചിരിക്കുന്നതിൽ അപാകതയുണ്ടെന്നും കോഴിക്കോട് ജില്ലയിലെ താരമായ റോണി CNW ന്യൂസിനോട് പറഞ്ഞു. ബുദ്ധിമുട്ടാണ്. വൈകുന്നേരം ഏറ്റവും നല്ലത്. രാവിലെ കുറച്ച് പിന്നെ മഴന്റെ വെള്ളമൊക്കെ കൊണ്ട് സ്ലിപ്പ് ഉണ്ടാവും. രാവിലെയും ബുദ്ധിമുട്ടാണ്. വൈകുന്നേരം നല്ല ടൈം. ഉച്ചയ്ക്ക് ഭയങ്കര വെയിലുമാണ്.